പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുഴുവൻ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് വലിയ സന്തോഷമാണ് ഓരോ ഞായറാഴ്ചകളിലും പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഓരോ ദിവസം നിങ്ങൾ എപ്പിസോഡ് കാണുന്ന ദിവസങ്ങളിലും പരസ്പരം കണ്ടുമുട്ടാൻ എത്രയോ വലിയൊരു അനുഗ്രഹമാണ്. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ നിങ്ങളെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നു, സന്തോഷിക്കുന്നതുപോലെ. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, മനുഷ്യരായ നമുക്ക് ഇത്രയും സ്നേഹമൊക്കെ ആണെങ്കിൽ ഈശോയ്ക്ക് എന്തുമാത്രം സ്നേഹമായിരിക്കും നമ്മളെ കാണാൻ. അതുകൊണ്ടാണ് വചനം വെളിപ്പെടുത്തുന്നത്, നമ്മുടെ തിരിച്ചു വരവിനെ ഈശോ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അനേകർക്ക് വചനത്തിൽ ഉറയ്ക്കാൻ, അനേകർക്ക് ഈശോയിലേക്ക് തിരിച്ചു വരാൻ, അനേകർക്ക് സ്വർഗത്തിലേക്ക് ഒരു പടി കൂടി ഉയരാൻ കർത്താവ് നൽകിയൊരു അത്ഭുതമാണ് ഈ അഭിഷേകാഗ്നി. ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാരിച്ചനിലൂടെ അത് തുടങ്ങി വെക്കാൻ കർത്താവ് അത്ഭുതകരമായി അനുഗ്രഹിച്ചു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതിനകത്ത് ഒരു മുട്ടുണ്ടാകാതെ ഇത്രയും വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ ദൈവം നയിച്ചു. അതെല്ലാം ഓർത്ത് നമുക്ക് അച്ഛനെ ഓർത്തും സെഹ്യോൻ മിനിസ്ട്രീസ്, SJM, FCM, അതേപോലെ തന്നെ PDM എല്ലാത്തിനെയും ഓർത്ത് കർത്താവിന് പ്രത്യേകം നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയാ. 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 പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. അതി അത്ഭുതകരമായ ഒരു അഭിഷേകം വർഷിക്കുന്ന ഒരു ശുശ്രൂഷ കർത്താവ് നമുക്ക് തരും. നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. നമ്മുടെ ഒരുക്കത്തെ ദൈവം പരിഗണിക്കും. നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നതിനെ ദൈവം പരിഗണിക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, മഞ്ഞ് പൊതിയുന്നത് പോലെ, തൂമഞ്ഞ് പൊടിയുന്നത് പോലെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അഭിഷേകത്തിന്റെ നിറവ് ഞങ്ങളുടെ ഓരോ ജീവിതങ്ങൾ ഉയർന്ന് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണമേ. കർത്താവെ അഭിഷേകം ചെയ്യണമേ. കർത്താവെ ശക്തിപ്പെടുത്തണമേ. നന്നായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 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 ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. കൈകളടിച്ച് പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. ചേർന്ന് പാടാവോ? തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ, സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. വലിയ സന്തോഷത്തിൽ സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ, സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. വലിയ സന്തോഷത്തോടെ ഹൃദയം കൊണ്ട് സ്തുതിക്കുകയാണ്, മനസ്സുകൊണ്ട് ആരാധിക്കുകയാണ്.
ഇടത്തോടും വലത്തോടും ഒക്കെ അനങ്ങി ചുറ്റും തിരിഞ്ഞ് ചുറ്റുമുള്ളവരെയൊക്കെ നോക്കി ഒറ്റയ്ക്കല്ല വലിയൊരു കുടുംബമായി ആരാധിക്കട്ടെ. സന്തോഷിച്ച് സന്തോഷിച്ച് പരിശുദ്ധാത്മാവേ ആരാധന ആദിമസഭയെ അത്ഭുതകരമായി അഭിഷേകത്തിൽ ഭാവനയിൽ കണ്ട് ദർശന പ്രവചന ജ്ഞാനവരത്തിൻ പുതിയ അഭിഷേകം പകരുവാൻ ആദിമസഭയെ അത്ഭുതകരമായി അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൻ പുതിയ അഭിഷേകം ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം ഈ നൂറ്റാണ്ടിലിണങ്ങും ഫലങ്ങളുമായി നീ വരണേ. ഈ നൂറ്റാണ്ടിലിണങ്ങും ഫലങ്ങളുമായി നീ വരണേ. കൈകൾ ഉയർത്തി ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ഈ സമൂഹത്തിന്റെ മേൽ അത്ഭുതകരമായി കരം നീട്ടണമേ. ഓ കർത്താവേ, ഓ കർത്താവേ, മോശയുടെ കൂട്ടായ്മയിൽ യോശുവ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ദൈവജനത്തിന്റെ മേൽ കരങ്ങൾ ഉയർത്തിയതുപോലെ കർത്താവേ പത്രോസ് ശ്ലീഹായുടെ കൂട്ടായ്മയിൽ പൗലോസ് ദൈവജനത്തിന്റെ മേൽ ദൈവ സാന്നിധ്യത്തിന് മേൽ കരങ്ങൾ ഉയർത്തിയതുപോലെ ദൈവമേ തിരുസഭയുടെ കൂട്ടായ്മയിൽ അഭിമന്യ പിതാക്കന്മാരുടെ കൂട്ടായ്മയിൽ ഓ കർത്താവേ പ്രിയപ്പെട്ട സഹവൈദികരുടെ കൂട്ടായ്മയിൽ കർത്താവേ വളരെ പ്രിയപ്പെട്ട സേവകർ മണ്ഡലിച്ചൻ ആത്മീയ കൂട്ടായ്മയിൽ കർത്താവേ ഇപ്പോൾ ഈ ദൈവജനത്തിന്റെ മേൽ കരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവമേ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കണമേ. പ്രവചനങ്ങൾ പൂർത്തീകരിക്കണമേ. അവിടുത്തെ വാഗ്ദാനങ്ങൾ നിറവേറട്ടെ. ഈ സമൂഹത്തിന് മേൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ സമൂഹത്തിന്റെ മേൽ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ലോകങ്ങൾ തകരട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. പൈശാചിക പീഡകൾ ഒഴിഞ്ഞു പോകട്ടെ. അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. ഓ കർത്താവേ ദുരാത്മ സേനകളും പൈശാചിക പീഡകളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് വെളിപ്പെടുത്തി കുരിശിലൂടെ ആട്ടിപ്പായിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓ കർത്താവേ കുറഞ്ഞിരിക്കുന്ന ജീവിതങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മാക്തിയാൽ തീ പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കൃപയ്ക്കുമേൽ കൃപ, അഭിഷേകത്തിന് മേൽ അഭിഷേകം, അഗ്നിക്കുമേൽ അഗ്നി, തീക്കുമേൽ തീ വ്യാപരിക്കട്ടെ. കർത്താവേ ഇപ്പോൾ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്തുതിപ്പ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മന ഹൃദയം ഇപ്പോൾ ഉജ്ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ശക്തി കൃപ അഭിഷേകം ആരാധന 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 ആരാധന. ഹൃദയം തുറക്കട്ടെ, അതിനെ തുറക്കട്ടെ, മനസ്സ് തുറക്കട്ടെ, ശരീരം പുതുതൽ പ്രാപിക്കട്ടെ, ബന്ധനങ്ങൾ അരിയട്ടെ. യേശു നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. ആരാധന 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 യേശുവേ ആരാധന. ഈശോയുടെ നാമത്തിലായിരിക്കും, ഈശോയുടെ വചനത്താൽ, ഈശോയുടെ കുരിശിന്റെ അടയാളത്താൽ, ഈശോന്റെ പരിശുദ്ധ രക്തത്താൽ മുദ്രയുടെ കർത്താവേ പരിശുദ്ധാത്മാവിൽ മുദ്രിതരാകട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് സ്വസ്ഥ സ്ഥാനങ്ങളിൽ ഇരിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണല്ലോ അല്ലേ?
സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒന്നിലും കുറവില്ലാതെ നമ്മിലൂടെ അത്ഭുതങ്ങൾ നടക്കാൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മിലൂടെ അത്ഭുതങ്ങൾ നടക്കണം. നമ്മളിലൂടെ നമ്മളെ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നമ്മുടെ സാന്നിധ്യം വഴി നല്ലൊരു വിടുതലുണ്ടാകണം. അവരങ്ങ് അനുഗ്രഹം പ്രാപിക്കണം. ഏതെങ്കിലും ഒരു കുറവുള്ളവരാണെങ്കിൽ അവരെല്ലാം നല്ല മികവുള്ളവരെ നിറവുള്ളവരായി മാറ്റപ്പെടണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സഖിയോ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട ആന്റണി നെടുമ്പുറത്തച്ഛൻ പലപ്പോഴും ക്ലാസ്സിൽ പറയുന്നൊരു വചനം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നിന്നെ കണ്ടവരും നിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെല്ലാം അനുഗ്രഹീതരായി. ഹല്ലേലൂയാ. Hallelujah. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാന്നിധ്യം വഴി അനേകം അനുഗ്രഹം പ്രാപിക്കണം. അതിന് ആദ്യ ഭാഗമാണ് നമ്മുടെ ജീവിതത്തിലും ഒരു കുറവുണ്ടാകാതെ മുന്നോട്ട് പോകണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മളോട് ആർക്കും എന്നത്തെ നന്മയുണ്ടാകണം. ചിലപ്പോൾ ചില ആൾക്കാർ പറയണം എന്നെ കൊണ്ടൊരു കാര്യമില്ല, എന്നെ കൊണ്ടൊരു ഉപകാരമില്ല. അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമ്മളിലൂടെ ഒരു കുറവുമില്ലാതെ അനേക കാര്യങ്ങൾ സംഭവിക്കും. ഇത് സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തി ജീവിതത്തിലും ആ വ്യക്തി എടുക്കേണ്ട ചില പരിശ്രമങ്ങളുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്, ചില ഉറച്ച നിലപാടുകളുണ്ട്. അതിനെക്കുറിച്ച് ദൈവാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഇപ്പം പറഞ്ഞ ഈ വചനം അല്ലെങ്കിൽ ഈ ഒരു തലക്കെട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിഷയം നിറവേറണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കുക. എന്താണത്? ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കുക. ഒന്നാം പ്രമാണം നന്നായിട്ട് അങ്ങോട്ട് കീപ്പ് ചെയ്യുക, അനുസരിക്കുക. അറിയാവുന്ന വചനമാണ് എങ്കിലൊന്ന് ഓർമ്മ പുതുക്കാം. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിന്റെ 1-2 തിരുവചനങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 1 and 2. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഹല്ലേലൂയാ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്നിട്ട് പറയാണ്, തുറന്നു പറയാൻ, ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അന്യദൈവ ആരാധനയ്ക്ക് അല്ലെങ്കിൽ ഒന്നാം പ്രമാണ ലംഘനകരമായ മറ്റ് ഒരു കാര്യത്തിന് പോകരുത് എന്ന് മാത്രമല്ല, മറിച്ച് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ആ വചനത്തിന് ഉൾപ്പൊരുള്. അന്യദൈവാരാധനയ്ക്ക് പോകാതിരിക്കുന്നത് മാത്രമല്ല ഒന്നാം പ്രമാണത്തിന്റെ പാലനമെന്ന് പറയുന്നത്, മറിച്ച് ദൈവത്തെ, കർത്താവിനെ എല്ലാത്തിനും മുകളിൽ ഒന്നാം സ്ഥാനം ഈശോയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ബാക്കി കേസുള്ളൂ. അതാണ് സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ കിടക്കുന്ന മറ്റു ദേവന്മാർ നിനക്ക് ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ഈശോ അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ പൊരുളഴിക്കുകയാണ്. ലൂക്കായുടെ വിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 27-ാം തിരുവചനം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 27. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഹല്ലേലൂയാ. Hallelujah. അപ്പൊ ദൈവകൽപ്പനകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം, നിത്യജീവൻ പാലിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള വിവിധങ്ങളായ ചോദ്യങ്ങൾക്ക് കർത്താവ് ബൈബിളിൽ നൽകുന്ന മറുപടിയാണ് ഒന്നാം സ്ഥാനം ഈശോയ്ക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളിലൂടെ അത്ഭുതങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒന്നിലും കുറവുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ ഒരു കാര്യം പറയണം: ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം. ആ വചനത്തിൻ്റെ തന്നെ കുറച്ചുകൂടി ആഴം അടുത്ത വചനത്തിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിന്റെ 15-ാം തിരുവചനം. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 21 വേഴ്സ് 15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഹല്ലേലൂയാ. Hallelujah. അപ്പൊ നോക്കിയ സഹോദരങ്ങളെ, ശിമയോന് ദൈവത്തോടുള്ള സ്നേഹം ഒന്നുകൂടെ ഉറപ്പ് വരുത്തിയതിനു ശേഷം വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയാണ്, വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ്, വലിയ അത്ഭുതങ്ങളുടെ മുന്നോടിയായിട്ട് ഒരു ഏറ്റുപറച്ചിൽ നടത്തുകയാണ്. അതുകൊണ്ടാണ് ഇവയേക്കാൾ
ദൈവം തന്നതിനേക്കാൾ എല്ലാത്തിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ഒന്നാം സ്ഥാനം ഈശോയ്ക്ക്. അതാണ് ഒന്നാം പ്രമാണത്തിൻ്റെ പാലനമെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ, ദൈവിക കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങൾ, നമ്മളിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൻ്റെ 33-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവത്തിന്റെ കാര്യം, ദൈവരാജ്യം, അത് മാത്രം. ബാക്കി എല്ലാം അതിന് ശേഷം. ഒന്നാം സ്ഥാനം ഈശോയ്ക്ക്, എല്ലാത്തിലും ഉപരി ദൈവത്തെ ആരാധിക്കുക. ലൂക്കായുടെ വിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 26-ാം തിരുവചനം, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെ എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങൾ, നമുക്ക് ചുറ്റും അനേകര്, ചുറ്റുമുള്ള മനുഷ്യര് യേശു എന്ന നാമത്തെ പ്രതി സ്വന്തം ജീവൻ കത്തി എരിയുമ്പോ എന്തുകൊണ്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത്? കുടുംബത്തെക്കുറിച്ച് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ? ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ? കുട്ടികളെ മറന്നുപോയത് കൊണ്ടാണ്? അല്ല, മറിച്ച് ഈശോയെ കുറിച്ചുള്ള ഓർമ്മ ഒന്നാം സ്ഥാനം ഈശോയ്ക്ക്. ആ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്നാം സ്ഥാനം ഈശോയ്ക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ പലപ്പോഴും പ്രസംഗത്തിൽ കോട്ട് ചെയ്തിട്ടുള്ള ഇൻസീനോ ജേസു എന്ന് പറഞ്ഞൊരു പുസ്തകം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഞാൻ വിചാരിക്കാം. അതിൻ്റെ 197-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, അത് നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് പുരോഹിതരെ കുറിച്ചുള്ള, അല്ലെങ്കിൽ പുരോഹിതർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് കൂടുതലെങ്കിലും, ഒരാളോടാണ് പറയുന്നതെങ്കിലും ഒരു സമൂഹത്തോടാണെങ്കിലും അതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ബാധകവുമാണ്. നമുക്കൊന്ന് വായിക്കുന്നത് നല്ലതാണ്. നിന്റെ ഹൃദയത്തിലും നിന്റെ ജീവിതത്തിലും എനിക്ക് ഒന്നാം സ്ഥാനം തരിക. എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ നിന്നെ പരിപാലിച്ചു കൊള്ളാം. നിനക്കും ആരൊക്കെയുമായി നീ ഈ ജീവിതം പങ്കുവെക്കുന്നുവോ അവർക്കും ഒന്നിൻ്റെയും കുറവുണ്ടാകാൻ ഞാൻ അനുവദിക്കുകയില്ല. എൻ്റെ പരിപാലന പൂർണ്ണമായും എൻ്റെ കരുണാർദ്ര സ്നേഹത്തിനനുസൃതമാണ്. അതുകൊണ്ട് എൻ്റെ കരുണാർത്ഥമായ സ്നേഹത്തിൽ ശരണപ്പെടുക. ഞാൻ നിന്നിൽ നിറവേറ്റുന്ന അത്ഭുതങ്ങൾ നീ കാണും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആ സ്ക്രീനിലേക്ക് ഒന്നുകൂടെ നോക്കുന്നത് നല്ലതാണ്. പറയാണ്, നീ നിന്റെ ഹൃദയത്തിൽ മാത്രം പോരാ, നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എനിക്ക് തരിക. ദൈവത്തോടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാ മണ്ഡലങ്ങളും ആ സ്നേഹം പ്രകടമാകും. സ്നേഹം അങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നല്ല. കുറച്ചു കാലം ഒളിച്ചു വെച്ചാൽ ഇതൊക്കെ നാട്ടുകാരറിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അതായത് എല്ലാത്തിനും ഒന്നാം സ്ഥാനം. ഉദാഹരണം പറഞ്ഞാൽ, പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്ത് മൊബൈൽ എടുത്ത് മാറ്റി വെക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താ? ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കുന്നതിന്റെ ഒരു അടയാളമാണത്. എന്നിട്ട് പറയാണ്, എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ നിന്നെ പരിപാലിച്ചു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ട്, പക്ഷെ പരിപാലന ദൃശ്യമാണ്. അത് മതി. ഞെരുക്കങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല, പക്ഷേ പരിപാലന ഉണ്ടെന്ന് നോക്കണം. ഞെരുക്കങ്ങളുണ്ട്, പക്ഷേ പരിപാലന ഇല്ലെങ്കിൽ അപകടമാണ്. ഞെരുക്കങ്ങൾ ഉണ്ടായിക്കോട്ടെ, പരിപാലനയുണ്ടോ, ധൈര്യമായിരിക്കുക. അടുത്ത കാര്യം നിങ്ങളൊന്ന് വായിച്ച സഹോദരങ്ങൾ, നിനക്കും ആരൊക്കെയുമായി നീ ഈ ജീവിതം പങ്കുവെക്കുന്ന അവർക്കൊന്നിൻ്റെ കുറവുണ്ടാകാൻ ഞാൻ അനുവദിക്കുകയല്ല എന്ന് പറയാൻ. എൻ്റെ സഹോദരൻ, കുടുംബജീവിതമാണെങ്കിൽ സ്വന്തം ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, അവർക്കൊക്കെ വേണ്ടി ജീവിതം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു കുറവ് ഉണ്ടാകാൻ ദൈവം അനുവദിക്കുകയല്ല. നീ ഒരു വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നീ ജോലി ഓഫീസിൽ വർക്ക്, അവർക്കൊരു കുറവുണ്ടാകാൻ ദൈവം അനുവദിക്കുകയല്ല. ഒരു പുരോഹിതനാണെങ്കിൽ, ഒരു സമർപ്പിത ജീവൻ നയിക്കുന്ന ആളെങ്കിൽ എത്ര പേർക്ക് വേണ്ട ജീവിതം, സമയം എല്ലാം ചെലവഴിക്കുന്നത്, അവർക്കൊന്നിനൊരു കുറവുണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം പറയുന്നത് എന്താ? ഞാൻ നിന്നിലൂടെ നിറവേറ്റുന്ന അത്ഭുതങ്ങൾ നീ കാണും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാത്തിലും ഒന്നാം സ്ഥാനം കൊടുക്കും. എല്ലാത്തിലും ഒന്നാം സ്ഥാനം ഈശോയ്ക്ക്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ. വിശുദ്ധ റീത്ത പുണ്യവതി ഈ പറഞ്ഞ ഒരു കൊട്ടേഷൻ വളരെ നല്ലതാണ്. നമുക്ക് വായിക്കാം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ വെറുതെ ജീവിച്ചു പോകാൻ ദൈവം അനുവദിക്കാറില്ല.
അവരെ അവിടുന്ന് ഓരോ ദൗത്യം ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ അങ്ങനെ ചുമ്മാ ജീവിതം അങ്ങ് ഒഴുക്കിനൊത്ത് അങ്ങനെ ജീവിച്ചങ്ങ് തീർന്നു. 70ആയി 80ആയി 90ആയി 100ആയി സംഗതി തീർന്നു. അല്ല, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ ചുമ്മാ അങ്ങ് ജീവിച്ചു പോകാൻ ദൈവം അനുവദിക്കാറില്ല. അവർക്ക് തനതായ യുണീക്ക് ആയിട്ടുള്ള ഒരു ദൗത്യവും കൂടെ ഈ ലോകത്തിൽ ദൈവം ഏൽപ്പിക്കും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ, നമ്മളോട് അത്ഭുതങ്ങൾ നടക്കാൻ, കുറവുണ്ടാകാതിരിക്കാൻ, നമ്മളെ കണ്ടുമുട്ടുന്നവർ അനുഗ്രഹം കൊണ്ട് നിറയാൻ നമ്പർ 1 ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കുക. ഒന്നാം സ്ഥാനം ഈശോയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കഴിഞ്ഞിട്ട് മതി. കൂട്ടുകെട്ട്, ബന്ധങ്ങൾ, എന്ത് കേസുണ്ട് അത് കഴിഞ്ഞിട്ട് മതി. എൻ്റെ സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ ആവശ്യങ്ങൾ പ്രത്യാശയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സമർപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, അത്ഭുതങ്ങൾ നടക്കാൻ ശരണപ്പെടുക. എന്താണ് നമ്മുടെ ആവശ്യം, എന്താണ് നമ്മുടെ ആഗ്രഹം, വെറുതെ അല്ല, വളരെ പ്രത്യാശ വിശ്വാസത്തോടെ ഇനി നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചു അതേപോലെ ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോട് പറയുക, ദൈവത്തിന് തന്നെ സമർപ്പിക്കുക. രണ്ടാമത്തെ കാര്യം വളരെ സിമ്പിളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാം തിരുവചനം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. കാണാതെ അറിയാവുന്ന വചനമാണ്. പഴയ നിയമത്തിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം അടുത്തൊരു ലെവലാണ്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അനേകം വിശുദ്ധാത്മാക്കൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മയിൽ വരുന്നുണ്ട്. അതിതാണ് സഹോദരങ്ങളെ, അതായത് നമ്മൾ ദൈവത്തോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് വലിയ ഇഷ്ടമാണ്, ദൈവത്തിന് വലിയ സന്തോഷമാണ്, ദൈവത്തിന് ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ വലിയ സന്തോഷമാണ് എന്നുള്ള വിശുദ്ധര് പല കാര്യങ്ങൾ അനുഭവങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കാൻ ഞാൻ ഓർക്കാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞ പുസ്തകത്തിൽ അതേ പേജിൽ 197-ാമത്തെ പേജിൽ ഈ ഒരു കാര്യം വീണ്ടും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിതാണ്, എന്താണ് വേണ്ടത്, എങ്ങനെയാണത് നേടിയെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഫലശൂന്യമായ വേവലാതികളിലും അവസാനമില്ലാത്ത ചർച്ചകളിലും വളരെയേറെ സമയം നഷ്ടമായി പോകുന്നു. നിന്റെ ആവശ്യങ്ങൾ പ്രത്യാശയുള്ള ഹൃദയത്തോടെ എനിക്ക് സമർപ്പിക്കുക. തങ്ങളുടെ ആവശ്യങ്ങളുടെ ഉത്തരവാദിത്തം എന്നെ ഭരമേൽപ്പിക്കുന്നവർക്ക് ഔദാര്യത്തോടെ നൽകുന്നവനാണ് ഞാനെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. എല്ലാം നിയന്ത്രിക്കുന്നതിനും എൻ്റെ ദൗത്യ നിർവഹണത്തിന് ആവശ്യമായ കാര്യങ്ങൾ മാനുഷികമായ മാർഗങ്ങളിലൂടെ മാത്രം നേടിയെടുക്കുന്നതിനുമുള്ള നിർബന്ധ ബുദ്ധി എൻ്റെ കരുണാർദ്രമായ സ്നേഹത്തോടും അനന്തമായ ഔദാര്യത്തോടുമുള്ള അവഹേളനമാണ്. വിശുദ്ധ ചരിത്രത്തിൽ ഉടനീളം എന്നിൽ ശരണപ്പെടുക, നീ അത്ഭുതങ്ങൾ കാണും എന്നതായിരുന്നില്ലേ എൻ്റെ സന്ദേശം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാം പ്രൈസ് ദി ലോർഡ്. Praise the Lord. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്ന അവസ്ഥകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുക. നിങ്ങൾ സ്ക്രീനിൽ നോക്കുക സഹോദരങ്ങളെ, എന്താണ് വേണ്ടത്, എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ലാത്ത ഫലശൂന്യമായ വേവലാതി ഒഴിഞ്ഞിട്ട് നേരെയില്ല. ഉൾക്കണ്ട ആകുലത, വേവലാതി. പിന്നെയോ ഇങ്ങനെ ചർച്ച ചെയ്ത് അവസാനമില്ലാത്ത ചർച്ചകൾ, വെറുതെ സമയം കളയാം. കർത്താവ് പറയാണ്, നിന്റെ ആവശ്യങ്ങൾ പ്രത്യാശയുള്ള ഹൃദയത്തോടെ എനിക്ക് സമർപ്പിക്കുക. എനിക്ക് സമർപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഔദാര്യത്തോടെ നൽകുന്നവനാണ്, കാണിച്ചു തരും. എല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാം ചെയ്യുന്ന ഞാൻ തന്നെയാണ്. എന്നിട്ട് പറയാണ്, മാനുഷികമായ മാർഗങ്ങളിലൂടെ അത് നേടാനുള്ള നമ്മുടെ ഒരു തത്രപ്പാട്, നിർബന്ധ ബുദ്ധി എന്ന് പറയുന്നത് ഔദാര്യത്തോടെ നൽകുന്ന ദൈവത്തോടുള്ള അവഹേളനമാണ്. ചരിത്രത്തിലുടനീളം എന്താകാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ശരണപ്പെടാതെ, ദൈവത്തെ ആശ്രയിക്കാതെ പലതരത്തിൽ നേടിപ്പോകാനുള്ള വെപ്രാളവും എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു അവഹേളനം പോലെയാണ്. ഈ ചരിത്രത്തിലുടനീളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ദൈവജനത്തെ എങ്ങനെയാണ് കർത്താവ് നയിച്ചതെന്ന് നമുക്കറിയാം. പഴയ നിയമത്തിൽ വെള്ളത്തിന് വെള്ളം, ഇറച്ചി വേണമെങ്കിൽ ഇറച്ചി, എന്താ വേണ്ടത്, തണലിന് തണല്, എന്താ വേണ്ടത്. പുതിയ നിയമത്തിലോ അനുഗ്രഹം പ്രാപിച്ചവരെങ്ങനെയാ? യേശുവിൻ്റെ അടുത്ത് വന്ന് കർത്താവ് ഇത് ചെയ്ത് തരണം, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചങ്ക് പൊട്ടി ദൈവത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ആരാ വെറും കൈയോടെ മടങ്ങിപ്പോയിരിക്കുന്നത്? രണ്ടാമത്തേത് എന്താ? ആവശ്യങ്ങൾ പ്രത്യാശയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ പറയാം. മൂന്നാമത്തേത് വളരെ സിമ്പിളാണ്.
അതിതാണ് ഈശോയ്ക്ക് നന്ദി പറയുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഇന്ന് മുതൽ ജീവിതത്തിൽ പരിശീലിക്കാൻ തുടങ്ങി. ഈശോയ്ക്ക് നന്ദി പറയുക. ലൂക്കായുടെ വിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിന്റെ 17-ാം തിരുവചനം, 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്ന് പറഞ്ഞ് 72 ശിഷ്യന്മാരെ കർത്താവ് അയച്ചു. ആ 72 ശിഷ്യന്മാർ പോയി യേശുവിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കി. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. യേശുവിൻ്റെ നാമത്തിൽ കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ഭയങ്കര കാര്യങ്ങൾ നടന്നു. എന്നിട്ട് അവർ തിരിച്ചു വന്ന് കർത്താവിനോട് ഇതെല്ലാം വിവരിച്ച് നല്ല സന്തോഷത്തോടെ പറയുകയാണ്. അപ്പോൾ യേശു ഇത് കണ്ടിട്ട് പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഈശോ എന്തു നമുക്ക് ചെയ്താലും, പരിപാലനം എന്ത് തന്നെ ആവട്ടെ, അപ്പം കർത്താവിന് നന്ദി പറയാം. ഇൻസീനോ ജേസുവിൽ വീണ്ടും രേഖപ്പെടുത്തുകയാണ്, എനിക്ക് നന്ദി പറയുക, നിർമ്മലവും വിനീതവുമായ ഒരു ഹൃദയത്തോടെ എപ്പോഴും എന്നോട് നന്ദി പറയാം. സമ്മാനം കിട്ടിയതിൻ്റെ സന്തോഷത്തോടെ അപ്പൻ്റെ അമ്മയുടെ അടുക്കലേക്ക് ഓടുന്ന കുഞ്ഞിനെ പോലെ എൻ്റെ പക്കലേക്ക് വരിക. ഞാൻ നിന്നെ എന്ത് മാത്രം സന്തോഷിപ്പിച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ നിന്നിൽ നിന്നും എൻ്റെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ പരിപാലനം അനുഭവിക്കുന്ന എല്ലാവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നന്ദി പ്രകടനം ഇതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പൊ സ്കൂളിൽ നിന്ന് ട്രോഫി കിട്ടി. ആ ട്രോഫിയുമായിട്ട് പപ്പേനെ മമ്മീനെ അത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, ആ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് ഓടി വരുന്ന രംഗം കാണുന്ന ഭാവന കണ്ടേ എന്ന് പറയുന്നത് പോലെ ഈശോയുടെ ഒരു പരിപാലനം, ഈശോയുടെ ഒരു കരുതൽ, ഈശോയുടെ സ്നേഹം അത് അനുഭവിച്ചു കഴിഞ്ഞാൽ കർത്താവേ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞ് ഈശോയുടെ സന്നിധിയിലേക്ക് ഓടി വരിക. അതായത് കർത്താവേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് ഈശോയുടെ അടുത്തുനിന്ന് പറയണം. ഈശോ ആഗ്രഹിക്കാത്, ഞാൻ നിനക്ക് ചെയ്തു തന്ന നിന്നെ എന്ത് മാത്രം സന്തോഷിപ്പിച്ചു എന്ന് നീ എന്നോട് പറയുക. ലൂക്കായുടെ വിശേഷത്തിൽ ആ വചനം കിടക്കുന്നുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ 17 മുതൽ 19 വരെ യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസവും നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിജാതീയൻ വന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ദൈവം അതിന് ഉപയോഗിക്കുന്ന വാക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവർ വീണ്ടും ബ്ലെസ്സിംഗ് ആണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞു കാര്യത്തിനും ഈശോയ്ക്ക് നന്ദി പറയണം. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ചെറിയ കാര്യം അപ്പോൾ തന്നെ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ പോകുന്നതിനിടയ്ക്ക് മനസ്സിൽ എന്തൊക്കെയാലും മനുഷ്യനല്ലേ ഭാരം വരും. ആ ചെറിയ ഭാരം വന്നാൽ അപ്പോൾ തന്നെ കർത്താവിനെ ഭരമേൽപ്പിക്കണം. സങ്കീർത്തനം 55:22, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഒരു കുഞ്ഞു ഭാരം വരുന്നാൽ തന്നെ അപ്പം തന്നെ കർത്താവേ അതങ്ങ് ഏൽപ്പിക്കണം. നമുക്ക് ആ പുസ്തകത്തിൽ നിന്ന് ഒന്നുകൂടെ വായിക്കാം. ഒരാൾ അത്രയും ഉറച്ച പ്രത്യാശയിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഓരോ ചെറിയ കാര്യവും ഓരോ ദിവസവും അതുണ്ടാകുമ്പോൾ തന്നെ എന്നെ ഭരമേൽപ്പിക്കുകയും എൻ്റെ പക്കൽ വയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ തന്നെ. പിന്നെ ഒരു വൈദികൻ്റെ അനുഭവം പറയുകയാണ്. ആ വൈദികന് ജ്ഞാനം ഇതായിരുന്നു. അവൻ എന്നോട് പറഞ്ഞിരുന്നു, ഈശോയെ അവിടെ നിക്കാര്യം നോക്കണമേ, തുടർന്ന് അവൻ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തോടെ ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ധരള ഹൃദയനായി അവന്റെ പാട്ടിന് പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തൊരു പദപ്രയോഗങ്ങളാന്ന് നോക്കിയ സഹോദരങ്ങളെ. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അമ്മ പുറത്തേക്ക് പോകുന്ന സമയത്ത് മൂത്ത കൊച്ചിനെ നീ നോക്കിക്കോണം കേട്ടോ. ആ കൊച്ചിനെ നോക്കിക്കോണമെന്ന് അവൻ ഏൽപ്പിച്ച് അവൻ നോക്കിക്കുന്ന ഉറപ്പോട് കൂടി അമ്മ പുറത്തേക്ക് പോവാ എന്ന് പറഞ്ഞ പോലെ ഈശോയെ ഈ കാര്യം നോക്കിക്കോണം കേട്ടോ എന്ന് പറഞ്ഞ് അവൻ്റെ പാട്ടിന് പോയി എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുഞ്ഞു ഭാരം വരുമ്പോൾ കർത്താവിനെ ഏൽപ്പിക്കുക, ഫ്രീ ആകുക. ഈ 4 കാര്യങ്ങൾ ഹൃദയത്തിൽ ശക്തമായി പതിയട്ടെ. ആമേൻ. ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഹൃദയങ്ങളെ തുറക്കാം. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ തുടങ്ങണം. 5-ാമത്തെ കാര്യം ഇതാണ്, കർത്താവിൻ്റെ കൂടെ കുറച്ച് സമയം സ്വസ്ഥമായിരിക്കണം. അതാണ് ഈ ആരാധനയും നമ്മൾ ചെയ്യുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, കുറച്ച് സമയം കർത്താവിൻ്റെ കൂടെ എല്ലാ ദിവസവും ചെലവഴിക്കണം. ഒറ്റയ്ക്ക് കുറേ സമയം ഇരിക്കണം, ഈശോയുടെ കൂടെ ഇരിക്കണം.
ഈ 4-5 കൃപകൾ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവം എല്ലാത്തിലും ഒന്നാം സ്ഥാനം ആഗ്രഹിച്ചു തരാൻ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയ്ക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സമർപ്പിക്കാൻ, ദൈവം ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു കൊച്ചു കുഞ്ഞ് നന്ദി പറഞ്ഞാലും നന്ദി പറയാം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഭാരം ഉണ്ടായാൽ അതെല്ലാം കർത്താൻ അപ്പം തന്നെ സമർപ്പിച്ച് ഫ്രീ ആകാൻ. 5-ാമതായിട്ട് കർത്താൻ ഇതുപോലെ ഇരിക്കാൻ കാര്യങ്ങളെടുത്ത് ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ദാനമായി തരാതെ ഇതൊന്നും തരാതെ സ്വീകരിക്കാൻ പറ്റില്ല. ദൈവമേ, ഈ കൃപകളെല്ലാം സ്വർഗത്തെ പോലെ വർഷിക്കണമേ. ഈ 5 കൃപകൾ ആരൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം വർഷിക്കണമേ. കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. കൃപയൊഴുകട്ടെ, ദൈവകൃപ, കൃപയൊഴുകട്ടെ, ദൈവകൃപ. ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയൊഴുകട്ടെ, ദൈവകൃപ, കൃപയൊഴുകട്ടെ.